ഈ ക്ലാസ്സിൽ നമുക്ക് ഇനി പ്രോപ്പർട്ടീസ് ഓഫ് വെക്ടേഴ്സ് നോക്കാം. എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് വെക്ടേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് അത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അല്ലെ. എന്താണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി? എ പ്ലസ് ബി അല്ലെ, എ ബി എന്നുള്ള വെക്ടേഴ്സ് ആഡ് ചെയ്യാണ്. അത് എന്തിനോട് ഈക്വൽ ആവും? തിരിച്ച് ആഡ് ചെയ്താലും ഈക്വൽ ആവും എന്നുള്ളതാണ് പറയുന്നത്. അതായത് നിങ്ങൾ എ പ്ലസ് ബി കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറും നമ്മൾ ബി പ്ലസ് എ എന്ന് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. നമുക്ക് തിരിച്ചും മറിച്ചും ആഡ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്? അസോസിയേറ്റീവ് ലോ. അതായത് നിങ്ങൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ആദ്യം ബ്രാക്കറ്റിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ LHS നമ്മൾ ഏതാ ചെയ്യാം? ആദ്യം ബി പ്ലസ് സി ആണ് ചെയ്യാം അല്ലെ. ബി എം സിയും എന്നുള്ള വെക്ടേഴ്സ് ആഡ് ചെയ്യും, എന്നിട്ട് നമ്മൾ എയോടെ ആഡ് ചെയ്യും. അത് എന്തിനോട് സെയിം ആയിരിക്കും? നിങ്ങൾ ഇനി ആദ്യം എയും ബിയും ആഡ് ചെയ്തിട്ട് സിനോട് ആഡ് ചെയ്ത് കഴിഞ്ഞാലും സെയിം ആയിരിക്കും. നിങ്ങൾ എ പ്ലസ് ബി പ്ലസ് സി, ഇതിൽ ആദ്യം ബി പ്ലസ് ചെയ്യാം, എന്നിട്ട് എ എന്നുള്ള വെക്ടറോടെ ആഡ് ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ കിട്ടുന്ന ആൻസറും അതുപോലെ തന്നെ എ പ്ലസ് ബി ആദ്യം ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും സി എന്നുള്ള വെക്ടറോടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറും സെയിം ആയിരിക്കും. ഇനി മൂന്നാമത്തെ അഡിറ്റീവ് പ്രോപ്പർട്ടിയാണ്. എന്താ അഡിറ്റീവ് പ്രോപ്പർട്ടി? അഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന പേരിൽ തന്നെ നമുക്കറിയാം ഒരു വെക്ടറിനെ ഏത് വെക്ടർ കൊണ്ട് ആഡ് ചെയ്താലാണോ അതേ വെക്ടർ കിട്ടുന്നത്, അതാണ് അതിന്റെ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ അയാളെ തന്നെ കിട്ടുകയാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം എ എന്നുള്ള വെക്ടർ ഏത് വെക്ടറുമായി ആഡ് ചെയ്താലാണ് അതേ വെക്ടർ കിട്ടുക? സീറോ വെക്ടർ അല്ലെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 1 2 3 ഒരു വെക്ടർ ആണെന്ന് വിചാരിക്കുക. ഈ വെക്ടറോടെ ഏത് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് അതേ വെക്ടർ 1 2 3 തന്നെ കിട്ടുക? നമുക്കറിയാം ഏത് ആഡ് ചെയ്യണം? 0 0 0 ആഡ് ചെയ്യണ്ടേ. അതായത് സീറോ വെക്ടർ ആണ്. അതാണ് ഇവിടെ പറയുന്നത് ഒരു വെക്ടറിന്റെ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് സീറോ വെക്ടർ ആണ് അല്ലെ. നെക്സ്റ്റ് വൺ എന്താണ്? നെക്സ്റ്റ് വൺ അഡിറ്റീവ് ഇൻവേഴ്സ്. നമുക്കറിയാം ഏത് വെക്ടർ ഒരു വെക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റീവ് വെക്ടർ കൊണ്ട് ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് എന്ത് കിട്ടാം? ഇവിടെ ഐഡന്റിറ്റി ആരാണോ, അഡിറ്റീവ് ഐഡന്റിറ്റി 0 ആയിരുന്നല്ലോ, ആ 0 കിട്ടുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്താ പറയാം? നെഗറ്റീവ് എ എന്നുള്ള ഒരു വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നെഗറ്റീവ് എ ചെയ്യുമ്പോഴാണ് നമുക്ക് അഡിറ്റീവ് ഐഡന്റിറ്റി ആയ 0 കിട്ടുന്നത്. സോ ഇയാളായിരിക്കും, ഈ നെഗറ്റീവ് എ ആയിരിക്കും എ എന്നുള്ള വെക്ടറിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ്. അതാണ് ഈ മെയിൻ ആയിട്ട് 4 പ്രോപ്പർട്ടികൾ പറയുന്നത്. ഇനി ഫിഫ്ത്ത് പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കേലർ ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ്, ഒരു റിയൽ നമ്പർ ആണ് അല്ലെ. ആ കോൺസ്റ്റന്റ് ഒരു എ പ്ലസ് ബി എന്നുള്ള വെക്ടറോട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ കെ നമ്മൾ യൂഷ്വലി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന പോലെ തന്നെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ 2 ഇൻറ്റു എ പ്ലസ് ബി എവിടെയെങ്കിലും ചെയ്യേണ്ടി വന്നാൽ നമുക്ക് എ പ്ലസ് ബി ചെയ്തിട്ട് 2നോട് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട, നമുക്ക് 2നെ കാഷ്വലായിട്ട് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നാണ് പറയുന്നത്. ഒരു കോൺസ്റ്റന്റുകളൊക്കെ നമുക്ക് ഒരു വെക്ടറിനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം ഇടയിൽ പ്ലസ് ആണെങ്കിൽ. നെക്സ്റ്റ് വൺ എന്താ പറയുന്നത്? നിങ്ങളുടെ കയ്യിൽ 2 കോൺസ്റ്റന്റും ഒരു വെക്ടറും ആണെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ ചെയ്യാം, ഓരോ കോൺസ്റ്റന്റ് വെക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ 2 പ്ലസ് 3 രണ്ട് കോൺസ്റ്റന്റ് ആണ് 2 പ്ലസ് 3, അതായത് k1 പ്ലസ് k2. നിങ്ങളുടെ കയ്യിൽ ഒരു വെക്ടർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആസ് യൂഷ്വൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പോലെ 2a പ്ലസ് 3a എന്ന് എഴുതാമെന്ന്. അതാണ് സിക്സ്ത് പ്രോപ്പർട്ടി പറയുന്നത്. ഇനി സെവൻത്ത് എന്താണ്? സെവൻത്ത് പറയുന്നത് അല്ലെ, k1 k2 a. നമുക്കറിയാം, നിങ്ങൾ ബ്രാക്കറ്റ് കണ്ടാൽ നമ്മൾ ആദ്യം ഏതാണ് ചെയ്യാം? നമ്മൾ ബ്രാക്കറ്റിൽ ഉള്ളതാണ് ചെയ്യുക. അതായത് k2a ആണ് ചെയ്യുക. k2നെ a എന്നുള്ള വെക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് k1 എന്നുള്ള കോൺസ്റ്റന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നതും ഇനി നിങ്ങൾ ഈ പറഞ്ഞ പോലെ കോൺസ്റ്റന്റ് നിങ്ങൾ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്തിട്ട് എ എന്നുള്ള വെക്ടറോട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ട് ചെയ്താലും നമുക്ക് ഒരേ ആൻസർ ആണ് കിട്ടുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് ലാസ്റ്റ് പ്രോപ്പർട്ടി എന്താണ് പറയുന്നത്? 1 എന്നുള്ള നമ്പർ അല്ലെ, 1 എന്നുള്ള ഒരു നമ്പറിനെ എ എന്നുള്ള വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഏത് വെക്ടർ തന്നെ ആയിരിക്കും? എ എന്നുള്ള വെക്ടർ തന്നെ ആയിരിക്കും. നമുക്കറിയാം, നമ്മളൊരു എക്സാമ്പിൾ എടുത്ത് ചെയ്ത് നോക്കി നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ 0 എന്നുള്ള വെക്ടറുമായി, ഇത് 0 വെക്ടർ ആണ്, ഇത് 1 വെക്ടർ ആണ് അല്ലെ. 0 വെക്ടറിനെ എ എന്നുള്ള വെക്ടറുമായി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കും? 0 വെക്ടർ തന്നെ അല്ലേ, 0 തന്നെയല്ലേ. 0 വെക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പോണൻസും 0 ആയിരിക്കും. അപ്പോൾ എ എന്നുള്ള വെക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ
എന്തായിട്ട് മാറും? അത് ടോട്ടലി 0 ആയിട്ട് മാറും. ഇതാണ് പ്രോപ്പർട്ടീസ് ഓഫ് വെക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ വെക്ടർ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. അല്ലെ, വെക്ടർ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. വെക്ടർ അഡീഷൻ അസോസിയേറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, അസോസിയേറ്റീവ് ആണ്. അല്ലെ, അതേപോലെ ഒരു വെക്ടറിന്റെ അഡിറ്റീവ് ഐഡന്റിറ്റി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 0 വെക്ടർ ആണ് അഡിറ്റീവ് ഐഡന്റിറ്റി. അല്ലെ, അതേപോലെ ഏതൊരു വെക്ടറും ബി എന്നുള്ള വെക്ടർ വന്നു കഴിഞ്ഞാൽ അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് നെഗറ്റീവ് ബി. സി എന്നുള്ള വെക്ടർ വന്നു കഴിഞ്ഞാൽ അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് മൈനസ് സി. അല്ലെ, അതാണ് അവിടെ പറയുന്നത്. ഇതില് നമുക്കൊരു ഫോർമുല നോക്കാൻ, ഡിസ്റ്റൻസ് ഫോർമുല. എന്താണ് ഡിസ്റ്റൻസ് ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, രണ്ട് പോയിന്റുകൾ തന്നു. ഫോർ എക്സാമ്പിൾ പി X1 Y1 Z1 ആണ്. അതുപോലെ തന്നെ P1 എന്നുള്ളൊരു പോയിന്റും P2 എന്നുള്ളൊരു പോയിന്റ് ആണ് X2 Y2 Z2. ഫോർ എക്സാമ്പിൾ ഇതാണ് P1. P1 എന്നുള്ള പോയിന്റ് ആണ്. അതിന്റെ കോർഡിനേറ്റ്സ് അവർ തന്നിട്ടുണ്ട് X1 Y1 Z1. അല്ലെ, വേറെ പോയിന്റ് ആണ് P2 X2 Y2 Z2. ഇവർ തമ്മിൽ ഡിസ്റ്റൻസ് ആണ് ചോദ്യമെങ്കിൽ, അല്ലെ, ഇവർ തമ്മിൽ ഡിസ്റ്റൻസ് ആണ് ചോദ്യമെങ്കിൽ, അല്ലെ, ആ ഫോർമുലയാണ് ഏത്? അല്ലെ, ഇങ്ങനെയാണ് ഫോർമുല വരിക. അല്ലെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ P1 ആൻഡ് P2 വിൽ ബി എന്തായിരിക്കും? റൂട്ട് ഓഫ്, ഫോർമുല എങ്ങനെയാണ്? അല്ലെ, P1 ആൻഡ് P2 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സെക്കൻഡ് പോയിന്റ് ആരാണ്? P2 ആണ്. P1 ആൻഡ് P2. അപ്പോൾ സെക്കൻഡ് പോയിന്റ് P2 ആണ്. P2ന്റെ ഫസ്റ്റ് കോർഡിനേറ്റ് ആരാ? X2 ആണ്. അല്ലെ, ആ X2ൽ നിന്ന് P1ന്റെ എക്സ് കോർഡിനേറ്റ് ആരായിരുന്നു? X1 ആണ്. അത് മൈനസ് ചെയ്യുക, സ്ക്വയർ ചെയ്യുക, പ്ലസ്. അല്ലെ, ഇതേപോലെ P2ന്റെ സെക്കൻഡ് കോർഡിനേറ്റ് എടുക്കുക, Y2. അല്ലെ, മൈനസ് P1ന്റെ സെക്കൻഡ് കോർഡിനേറ്റ് Y1, സ്ക്വയർ ചെയ്യുക, പ്ലസ് അടുത്ത ഏതാണ്? Z2 മൈനസ് Z1 ഹോൾ സ്ക്വയർ. അല്ലെ, വളരെ എളുപ്പമുള്ളൊരു ഫോർമുലയാണ്. നമ്മൾ P1 ആൻഡ് P2 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ലാസ്റ്റ് പോയിന്റ് ഏതാണെന്നുള്ളത് നോക്കണം. അല്ലെ, ഇനി മാറി എടുത്താലും പ്രശ്നമില്ല, കാരണം ഒരു സ്ക്വയർ ഒക്കെ വരുമ്പോൾ എന്തായിട്ട് പോകും? നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് പോകും. പക്ഷെ ആ രീതിയിൽ മനസ്സിലാക്കി വെക്കുന്നതാണ് നല്ലത്. അല്ലെ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഒരു പ്രോബ്ലം നോക്കാം. ഇവിടെ രണ്ട് ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്. അല്ലെ, P1. ക്വസ്റ്റ്യൻ എന്താണ്? P1 എന്നുള്ള ഒരു പേര് തന്നിട്ടില്ല, പക്ഷെ നമുക്കൊരു പേര് കൊടുക്കാം. 2 -3 6 ആണ് ഒരു പോയിന്റ്. അല്ലെ, മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P2. അല്ലെ, P2 തന്നിട്ടില്ല, ഞാൻ കൊടുക്കുന്നതാണ്. P2 -1 -7 4 എന്ന് കൊടുത്തു. അല്ലെ, ഈ ഡിസ്റ്റൻസ് ആണ് ചോദ്യം. അല്ലെ, അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഫോർമുല പ്രകാരം P1ഉം P2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം ഫോർമുലയിൽ റൂട്ട് ഓഫ് ഉണ്ട്. അല്ലെ, √2 എന്നതിന് ശേഷം X2 - X1. ഇവിടെ X2 ആരാ? രണ്ടാമത്തെ പോയിന്റ് ഇയാളല്ലേ. അല്ലെ, മൈനസ്. സോ -1 മൈനസ് ഇതിലെ ഫസ്റ്റ് പോയിന്റ് അതാരാണ്? 2 ആണ്. അതിനെ സ്ക്വയർ ചെയ്തു, പ്ലസ് അടുത്ത പോയിന്റ്. അല്ലെ, അല്ല, അടുത്ത പോയിന്റ് ഏതാണ്? ഇതിലെ സെക്കൻഡ് പോയിന്റ് -7 ആണ്. -7 മൈനസ് ഇതിലെ സെക്കൻഡ് പോയിന്റ് -3. അല്ലെ, -3 സ്ക്വയർ ചെയ്തു, പ്ലസ് ഇനി അടുത്ത പോയിന്റ്, ഇതിലെ തേർഡ് പോയിന്റ് 4 ആണ്. 4 എടുത്തു. ഇവിടെ തേർഡ് പോയിന്റ് 6 ആണ്. അപ്പോൾ രണ്ടും തമ്മിൽ മൈനസ് ചെയ്യാണ് വേണ്ടത്, ഓർമ്മ വേണം. അല്ലെ, ഹോൾ സ്ക്വയർ. എന്ത് വരും? നമുക്ക് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ -1 -2 -3 സ്ക്വയർ വരും. ഇവിടെയാണെങ്കിൽ -7 മൈനസ് വരും. അപ്പൊ എന്താവും? പ്ലസ് ആവും. അല്ലെ, -7 + 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4 ഹോൾ സ്ക്വയർ, പ്ലസ് 4 - 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 കിട്ടും, സ്ക്വയർ കിട്ടും. അല്ലെ, ഇത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? -3യുടെ സ്ക്വയർ 9, പ്ലസ് 4ന്റെ സ്ക്വയർ 16, 2ന്റെ സ്ക്വയർ 4. സോ ഫൈനൽ ആൻസർ വിൽ ബി എന്തായിരിക്കും? √29 ആയിരിക്കും. 29 നമുക്ക് റൂട്ട് ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് എന്താണ്? ഈ P1 എന്നുള്ള പോയിന്റും P2 എന്നുള്ള പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ വരുന്നത്? √29 ആണ്. അതായത് ഈ ദൂരം, നമുക്ക് ഈ ഒരു ദൂരം വരുന്നത് √29 ആണ്. ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല. ഇങ്ങനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് രണ്ട് പോയിന്റുകൾ തമ്മിൽ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ഫോർമുലയാണ് ഇത്.
മിഡ് പോയിന്റ് ഫോർമുല അല്ലെ, ആ പേരിൽ തന്നെ ഉണ്ട്, മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ളതായിരിക്കാം അല്ലെ. ഫോർ എക്സാമ്പിൾ ഡെഫിനേഷൻ ആണ് ഏത്, P1 അല്ലെ. P1 എന്നുള്ള ഒരു പോയിന്റ് നമുക്ക് നൊട്ടേഷൻ കോർഡിനേറ്റ്സ് x1 y1 z1 ആണെങ്കിൽ അടുത്തൊരു പോയിന്റ് തന്നിട്ടുണ്ട് P2 x2 y2 z2 അല്ലെ. നമുക്ക് കോർഡിനേറ്റ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു വെക്ടർ ആണല്ലോ. അപ്പൊ ഈ ഒരു ഇത് രണ്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലൈൻ കിട്ടും. ഈ ലൈനിന് ഒരു മിഡ് പോയിന്റ് ഉണ്ടാവും അല്ലെ. കറക്റ്റ് എക്സാക്ട് നമ്മൾ അളന്നു കഴിഞ്ഞ ഒരു മിഡ് പോയിന്റ് ഉണ്ടാവും. ഇതിന്റെ കോർഡിനേറ്റ്സ് എന്താന്നുള്ളതാണ് ചോദ്യം അല്ലെ. അങ്ങനെയാണ് ചോദ്യം വരിക. അപ്പൊ നമുക്ക് അറിയണം എന്താണ്, രണ്ട് പോയിന്റുകൾ തന്നു കഴിഞ്ഞാൽ അവ ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അതിനുള്ള ഫോർമുലയാണ് ആര് അല്ലെ. നോക്കൂ എന്താണ് അതിന്റെ ഫസ്റ്റ് കോർഡിനേറ്റുകൾ. ഇതിന്റെ ഫസ്റ്റ് കോർഡിനേറ്റ് ആരാ, x1. ഇതിന്റെ ഫസ്റ്റ് കോർഡിനേറ്റ് x2. രണ്ടും നമ്മൾ ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ. ഇതിന്റെ സെക്കൻഡ് കോർഡിനേറ്റ് y1 y2. രണ്ടും നമ്മൾ ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത് z1. ഇതിന്റെ കോർഡിനേറ്റ് z2. രണ്ടും നമ്മൾ ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വളരെ എളുപ്പമാണ്. നമുക്കൊരു ഫോർമുല, ഒരു പ്രോബ്ലം 0 5 -8 ആണ് ഒരു പോയിന്റ്. നമ്മളിപ്പോ ഞാനൊരു P1 കൊടുത്തു അല്ലെ, അതൊരു പോയിന്റ് ആണ്. അത് 0 5 -8 ആണ്. ഇതാണ് പോയിന്റ് എന്ന് വിചാരിക്കും. അടുത്തൊരു പോയിന്റ് ആണ് P2 അല്ലെ, 4 1 -6 പോയിന്റ്. അപ്പൊ നമുക്ക് ഈ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ലൈൻ കിട്ടും. അതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ സ്കെയിൽ ഒന്നുമില്ല. പക്ഷെ നമുക്ക് അതിന്റെ മിഡ് പോയിന്റ് ഏതാണെന്ന് അറിയും വേണം, അതിന്റെ കോർഡിനേറ്റ് അറിയും വേണം. അപ്പൊ നമുക്ക് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാം. എന്താ ഫോർമുല, ഫോർമുല x1 പ്ലസ് x2 അല്ലെ ബൈ 2. അതുപോലെ തന്നെ y1 പ്ലസ് y2 ബൈ 2, z1 പ്ലസ് z2 ബൈ 2 അല്ലെ. y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് x1 എന്ന് പറഞ്ഞാൽ ഇതിലെ ഫസ്റ്റ് കോർഡിനേറ്റ്. ഏതൊരു 2 പോയിന്റുകളാണല്ലോ തരുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ഫസ്റ്റ് കോർഡിനേറ്റുകൾ അവർ രണ്ടും തമ്മിൽ ആഡ് ചെയ്യാം. എത്ര വരാം, 0 പ്ലസ് 4. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, മൈനസ് അടുത്തത് ഏതാണ്, 5ഉം 1ഉം. രണ്ടും തമ്മിൽ ആഡ് ചെയ്യാം, 5 പ്ലസ് 1 ബൈ 2. ഇനി അടുത്ത ഏതാണ്, -8 അല്ലെ. -8ഉം -6ഉം. -8ഉം ആഡ് ചെയ്യാൻ വേണ്ട. അപ്പൊ പ്ലസ് അടുത്ത പോയിന്റ് ഏതാണ്, -6 ആണ്. ഏതാണോ പോയിന്റ് അതേ അത് അവിടെ തന്നെ ഇടുക അല്ലെ. അപ്പൊ എന്ത് വരും, 0 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 4 ബൈ 2 ആവും അല്ലെ. 5 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 6 ബൈ 2 ആവും. ഇവിടെ -8 പ്ലസ് -6 ആണ്. അപ്പൊ എന്താവും, -8 -6 ആവും. -8 -6 എത്രയാണ്, -14 ബൈ 2. അപ്പൊ നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 4 ബൈ 2 പറഞ്ഞാൽ 2, 6 ബൈ 2 പറഞ്ഞാൽ 3, -14 ബൈ 2 എന്ന് പറഞ്ഞാൽ -7. അപ്പൊ ഇതാണ് ഇത്, ഈ ഒരു എക്സാക്ട് മിഡ് പോയിന്റിൽ വരുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഏതായിരിക്കും, 2 3 -7 ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഒരു 2 പോയിന്റുകൾ തന്നു കഴിഞ്ഞാൽ അവ ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നത്.